Good morning, children. Today we are going to start our new lesson, lesson 9, data handling. Okay, what is data? The collection of information in the form of numerical values is called data. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ന്യൂമറിക്കൽ വാല്യൂസ് നമ്പേഴ്സ് ആയിട്ട് തരും. അങ്ങനെ നമ്പേഴ്സ് അല്ല, അല്ലെങ്കിൽ എന്താവാം, പിക്ചേഴ്സ് ആവാം, ഗ്രാഫ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾസ് ആയിട്ടും നിങ്ങൾക്ക് ആ ഒരു ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഓരോ അതായത് പിക്ടോഗ്രാഫ് എന്താണ്, തരുന്ന ഗ്രാഫിനെയാണ്, പിക്ചറൊക്കെ വെച്ചിട്ട് തരുന്ന ഗ്രാഫിനെയാണ് നമ്മൾ പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. ലാസ്റ്റ് ഇയറിലും നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ, സെക്കൻഡ് സ്റ്റാൻഡേർഡിലും പഠിച്ചിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ടോഗ്രാഫ്, ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ആൻഡ് ദ ഗിവൺ ആൻഡ് ദ ആൻസേഴ്സ് ഗിവൺ. ഓക്കെ, ഫസ്റ്റ് തന്നേക്കുന്ന ഈ പിക്ടോഗ്രാഫ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാം. ദെൻ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇവിടെ പെൻസിൽ, എത്ര പെൻസിൽ ഉണ്ടെന്ന് പെൻസിലിൻ്റെ പിക്ചറായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. There are 10 pencils. And how many erasers are there? 1 2 3 4 5 6. Okay, and how many notebooks? Count it. 1 2 3 4 5 6 7 8. And sharpeners, 1 2 3 4 5. Okay, first you count the pictures and answer these questions. How many pencils are there? How many pencils are there? Yes, there are 10 pencils. Next question, how many erasers are there? Erasers, there are 6 erasers. Which item is least in number? Least means ഏറ്റവും കുറവ്. അതിലേതാണ് ഏറ്റവും കുറവായിട്ടുള്ളത്? യെസ്, ഷാർപ്നറാണ് ഏറ്റവും കുറവുള്ളത്. ഹൗ മെനി ഷാർപ്നേഴ്സ് ആർ ദർ? ഹൗ മെനി ഷാർപ്നേഴ്സ് ആർ ദർ? ദർ ആർ 5 ഷാർപ്നേഴ്സ്. വിച്ച് ഐറ്റം ഈസ് മാക്സിമം ഇൻ നമ്പർ? ഏത് ഐറ്റമാണ് ഏറ്റവും കൂടുതലുള്ളത്? അപ്പോൾ നമുക്കറിയാം പെൻസിൽസ് ആണ് അല്ലേ, അത് 10 ഉണ്ട്. അതുപോലെ നോട്ട്സ് അത്ര ഇല്ല. സോ പെൻസിൽ. ഹൗ മെനി ഐറ്റംസ് ആർ ദർ ഓൾ ടുഗെദർ? ഓൾ ടുഗെദർ മീൻസ് അഡീഷൻ അല്ലെ, ആഡ് ചെയ്യുക. എത്ര ഐറ്റംസ് ഉണ്ടെന്ന് അത് മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ 10 പ്ലസ് 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29. there are total എത്രയാണ്? 29 items in this pictograph. Okay, similarly we can do this question also. Exercise 9a. അപ്പോൾ ഇതിലിവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിഫറെൻറ്റ് ഷേപ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റാർ ആൻഡ് ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ. അപ്പോൾ കൗണ്ട് ദ ഡിഫറെൻറ്റ് ഷേപ്സ് ഫ്രം ഈച്ച് ഫിഗർ ആൻഡ് കളർ ദം. കളർ ചെയ്യും വേണം. അതുപോലെ എത്ര ഷേപ്പ് ഉണ്ടെന്ന്, അതായത് എത്ര ട്രയാങ്കിൾ ഉണ്ട് അതിവിടെ എഴുതണം. അതുപോലെ ഹൗ മെനി സർക്കിൾസ് അതിവിടെ എഴുതാം. അതുപോലെ സ്റ്റാർസ് എത്ര എന്ന് കൗണ്ട് ചെയ്തിട്ട് അതിന് നേർക്ക് എഴുതാം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, ഇതിനൊക്കെ കൗണ്ട് ഡിഫറെൻറ്റ് ഷേപ്സ് ഫ്രം ഈച്ച് ഫിഗർ ആൻഡ് കളർ ദം. ഒരേ കളേഴ്സ് തന്നെ കൊടുക്കുക. അപ്പോൾ സർക്കിളിന് ഒരു യെല്ലോ കളറാണ് കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ എല്ലാ സർക്കിൾസിനും തന്നെ യെല്ലോ കളർ കൊടുക്കാം. അതുപോലെ ട്രയാങ്കിൾ ഗ്രീൻ ആണെങ്കിൽ എല്ലാ ട്രയാങ്കിൾസും ഗ്രീൻ. അപ്പോൾ സെയിം കളർ വെച്ചിട്ട് ഓരോ ഷേപ്പുകൾ കളർ ചെയ്യാം. നെക്സ്റ്റ് ഇതുപോലെ തന്നെയാണ്, ഒരു ഷേപ്പിൻ്റെ വെച്ചിട്ട് തന്നെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്, എത്ര സർക്കിൾസ് ഉണ്ട്, എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്, എത്ര സ്ക്വയർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ഇവിടെ എഴുതാം. നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാവും എത്ര ഷേപ്സ് ആണ്, ഏതൊക്കെ ഷേപ്സ് ആണെന്ന് കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ ഫില്ല് ചെയ്യാം. അടുത്തതുപോലെ ഒരു പിക്ടോഗ്രാഫ് തന്നിട്ടുണ്ട്. പിക്ടോഗ്രാഫിൽ എത്ര ബനാനാസ് ഉണ്ട്, എത്ര ഓറഞ്ചസ് ഉണ്ട്, ആപ്പിൾസ്, പപ്പായ എല്ലാം കൗണ്ട് ചെയ്യാം. അപ്പോൾ എത്ര ബനാനാസ് ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 bananas അല്ലേ, 8 bananas. and how many oranges? 1 2 3 4 5 6 7 8 9 10 11 12 13 oranges. and apples, 1 2 3 4 5 6 7 8 9 apples. How many papayas? 1 2 3 4 5 6 papayas are here. Okay, then do these questions. How many oranges are there? How many oranges are there? We count. Yes, 13 oranges are there. So we write here 13 നമ്മൾ എഴുതി. Then how many bananas are there? Bananas എത്രയാണ് കിട്ടി? 8. അപ്പോൾ 8 എന്ന് എഴുതി. How many bananas and apples are there all together? എത്ര bananas ഉണ്ട്? 8 bananas ഉണ്ട്.
അതുപോലെ വേറെ ഏതാണ് ആപ്പിൾസ് എത്ര ഉണ്ട് 9 ഉണ്ട്. 8 + 9 വാട്ട് ഈസ് 8 + 9 ആഡ് ചെയ്യാം അല്ലേ, ഓൾ ടുഗെദർ ആണ്. ബനാനാസിൻ്റെയും അതുപോലെ തന്നെ ആപ്പിൾസിൻ്റെയും എന്ത് ചെയ്യാം 8ഉം 9ഉം ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യാം രണ്ടും കൂടെ ആഡ് ചെയ്യാം അല്ലേ. ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത് അതിവിടെ എഴുതുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 17. ആ 17 ഇവിടെ എഴുതുക. ഓക്കെ, ഹൗ മെനി പപ്പായാസ് അത് എത്ര പപ്പായാസ് ഉണ്ട് ഇവിടെ? യെസ് 6. There are 6 papayas. How many papayas and oranges are there all together? നേരത്തെ ചെയ്തതുപോലെ പപ്പായാസിൻ്റെയും ഓറഞ്ചസിൻ്റെയും എണ്ണം എന്ത് ചെയ്യുക ആഡ് ചെയ്തിട്ട് എഴുതാം. ഓൾ ടുഗെദർ ചോദിച്ചു കഴിഞ്ഞാൽ ആഡ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ പപ്പായാസ് എത്രയാണ് 6 അല്ലേ. അതുപോലെ പപ്പായ 6ഉം അതുപോലെ ഓറഞ്ചസ് 13ഉം ആണ്. അപ്പോൾ 13 + 6 എത്രയാണ് 19. അതവിടെ എഴുതാം. ഹൗ മെനി ആപ്പിൾസ് ആർ ദർ ആപ്പിൾസ് എത്ര ഉണ്ട് 9. അതവിടെ എഴുതി. ഹൗ മെനി ഫ്രൂട്ട്സ് ആർ ദർ ഓൾ ടുഗെദർ ഒരുമിച്ച് ആഡ് ചെയ്യാം. എല്ലാം കൂടെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും എത്ര ഫ്രൂട്ട്സ് ആണ് അവിടെ ഉള്ളതെന്ന്. അപ്പോൾ 8 + 30 നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് എന്ത് ചെയ്യാം കൗണ്ട് ചെയ്യാം. അപ്പോൾ 8 നമുക്ക് വേണം ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. 8, 13, 9, 6 മൊത്തം എന്ത് ചെയ്യാം ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് 13ൻ്റെ കൂടെ 9 ആഡ് ചെയ്യാം. 13 അല്ലെങ്കിൽ 8 ആഡ് ചെയ്യാം. 13ൻ്റെ കൂടെ 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 22 കിട്ടും. 22 + 6 28. 28 + 8 എത്രയാണ് 36. മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 36. അത് അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ ആ പെൻസിലിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ മുഴുവനായിട്ട് എന്ത് ചെയ്യാം കൗണ്ട് ചെയ്തിട്ടും എഴുതാം. ഓക്കെ, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഫ്രൂട്ട്സ് ഇൻ അസെൻഡിങ് ഓർഡർ ഫോർ ദിയർ ക്വാണ്ടിറ്റി. അവരുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് അതിൻ്റെ നെയിംസ് എഴുതാം. അപ്പോൾ അസെൻഡിങ് ഓർഡറിലാണ് അതിൻ്റെ പേര് എഴുതേണ്ടത്. ഓക്കെ, അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ചെറുതുനിന്ന് വലുതിലേക്ക് അല്ലേ, ഫ്രം സ്മോൾ ടു ബിഗ്. ആ ഒരു ഓർഡറിൽ ആ ഫ്രൂട്ട്സിൻ്റെ പേരുകൾ നമ്മൾ എഴുതണം. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് ഏതാണ്, ഏറ്റവും സ്മോളസ്റ്റ് ഐറ്റം ഏതാണ് ആപ്പിൾസ് ആണ് അല്ലേ, സോറി പപ്പായാസ് ആണ് അല്ലേ. പപ്പായ 6 ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് പപ്പായ, ഇവിടെ എന്ത് എഴുതാം പപ്പായ എന്ന് എഴുതാം. ഓക്കെ, പപ്പായ എന്ന് എഴുതി. അതുപോലെ നെക്സ്റ്റ് 6 കഴിഞ്ഞാൽ 8. ബനാനാസ് എത്രയാണ് 8 ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ബനാന എന്ന് എഴുതാം. അത് കഴിഞ്ഞാൽ അടുത്തത് ഏതാണ് ആപ്പിൾസ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം ആപ്പിൾസ്. ലാസ്റ്റ് ഓറഞ്ചസ്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാം സെൻഡിങ് ഓർഡറിൽ ആ ഫ്രൂട്ട്സിൻ്റെ എണ്ണത്തിനനുസരിച്ചുള്ള സെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഇത് നമ്പേഴ്സാണ് തന്നിരിക്കുന്നത് പിക്ചേഴ്സിന് പകരം. അതായത് മൺഡേ എത്ര കുട്ടികളുണ്ട് ആ ക്ലാസ്സിൽ. അപ്പോൾ ദർ ആർ 28 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ 28 സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് ദ ചാർട്ട് ബിലോ ഗിവ്സ് ദെയർ അറ്റൻഡൻസ് ഡ്യൂറിങ് എ വീക്ക്. ഒരാഴ്ചയിൽ അവരുടെ തന്നിട്ടുള്ള അറ്റൻഡൻസ് ആണ് തന്നിരിക്കുന്നത്. റീഡ് ദ ചാർട്ട് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. എത്ര ഡേയ്സ് നമുക്ക് തന്നിട്ടുണ്ട്, മൺഡേ തൊട്ടിട്ട് സാറ്റർഡേ വരെയുള്ള ഡേയ്സ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 28 സ്റ്റുഡൻസ് ഉണ്ട് ടോട്ടൽ. അപ്പോൾ അന്ന് പ്രസൻ്റ് ആയവരുടെ നമ്പേഴ്സാണ് തന്നിരിക്കുന്നത് അല്ലേ. അന്ന് എത്ര കുട്ടികൾ പ്രസൻ്റ് ആണ് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മൺഡേ എത്ര കുട്ടികൾ പ്രസൻ്റ് ആണ് 20 കുട്ടികൾ അല്ലേ. 20 ആർ പ്രസൻറ്റ്. ആൻഡ് ട്യൂസ്ഡേ 25 ആർ പ്രസൻറ്റ്. വെനസ്ഡേ 15, തേഴ്സ്ഡേ 19, ഫ്രൈഡേ 21, സാറ്റർഡേ 12. എന്ത് ചെയ്യാം ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ അതുപോലെ എഴുതാം. ഹൗ മെനി സ്റ്റുഡൻസ് വർ പ്രസൻറ്റ് ഓൺ മൺഡേ. മൺഡേ എത്ര കുട്ടികളാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ 20. ഹിയർ റൈറ്റ് യു 20. ആൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് വർ ആബ്സെൻറ്റ് ഓൺ സാറ്റർഡേ. സാറ്റർഡേ എത്ര കുട്ടികളാണ് ആബ്സെൻ്റ് ആയിട്ടുള്ളത്. അതെങ്ങനെ മനസ്സിലാക്കാം. ടോട്ടൽ എത്ര കുട്ടികളുണ്ട് 28 ആണ്. ബട്ട് സാറ്റർഡേ പ്രസൻ്റ് ആയത് എത്ര കുട്ടികളാണ് 12 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം 28 നിന്ന് 12 മൈനസ് ചെയ്യാം. 28 നിന്ന് 12 മൈനസ് ചെയ്ത് എന്താ വരുന്നത് 8 നിന്ന് 2 പോയാൽ 6, 2 നിന്ന് 1 പോയാൽ 16. അപ്പോൾ 16 സ്റ്റുഡൻസ് വേർ ആബ്സെൻറ്റ് ഓൺ സാറ്റർഡേ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിന് മൺഡേ എത്ര കുട്ടികളാണ് 20. ആൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് വേർ ആബ്സെൻറ്റ് ഓൺ സാറ്റർഡേ 16 സ്റ്റുഡൻസ് വേർ ആബ്സെൻറ്റ് ഓൺ സാറ്റർഡേ. ഓക്കെ, ഹൗ മെനി സ്റ്റുഡൻസ് വർ പ്രസൻറ്റ് ഓൺ വെനസ്ഡേ. അത് നിങ്ങൾ തന്നെ ചെയ്യാം. വെനസ്ഡേ എത്ര കുട്ടികളാണ് പ്രസൻറ്റ് ആയിട്ടുള്ളതെന്ന് ഇവിടെ എഴുതാം.
Okay, how many students were present on Wednesday? Wednesday എത്ര സ്റ്റുഡൻസ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്? 15. അപ്പോൾ അതുപോലെ നോക്കി എഴുതാം. ഹൗ മെനി സ്റ്റുഡൻസ് were present on Friday? എത്ര കുട്ടികളാണ് ഫ്രൈഡേയിൽ പ്രസന്റ് ആയിട്ടുള്ളത്? ഹൗ മെനി സ്റ്റുഡൻസ് were absent on Monday? മൺഡേ എത്ര കുട്ടികളാണ് ആബ്സെന്റ് ആയിട്ടുള്ളത്? ഹൗ മെനി സ്റ്റുഡൻസ് were present on Thursday? തേഴ്സ്ഡേ എത്ര പേരാണ് പ്രസന്റ് ആയിട്ടുള്ളത്? അതുപോലെ ട്യൂസ്ഡേ എത്ര പേര് ആബ്സെന്റ് ആയിട്ടുണ്ട്? അപ്പോൾ ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ എന്ന് ആ നമ്പർ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആബ്സെൻറ്റേഴ്സിൻ്റെ നമ്പർ കിട്ടും. ഓക്കെ, ഹൗ മെനി സ്റ്റുഡൻസ് were absent on Wednesday? വെനസ്ഡേ എത്ര പേരാണ് ആബ്സെന്റ് ആയിട്ടുള്ളത്? വെനസ്ഡേ എത്ര പേരാണ് ആബ്സെന്റ് ആയിട്ടുള്ളത് എങ്ങനെ കിട്ടും? ടോട്ടൽ മൈനസ് 15. ടോട്ടൽ എത്രയാണ്? 28. അപ്പോൾ 28 15 മൈനസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. Next, how to read a table. Aman decided to study about most popular bike colors, so he went to a bike showroom and prepared the following pictorial table. അപ്പോൾ ബൈക്കിൻ്റെ കളേഴ്സാണ് അല്ലേ കൊടുത്തേക്കുന്നത്? ബ്ലാക്ക് കളറ്, അതുപോലെ റെഡ് കളർ, ബ്ലൂ, യെല്ലോ. അപ്പോൾ എത്ര പേര്? അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഹൗ മെനി ബ്ലൂ കളർ ബൈക്സ് ഡിഡ് അമൻ കൗണ്ട്? എത്ര ബ്ലൂ കളറാണ് അമൻ കൗണ്ട് ചെയ്തിരിക്കുന്നത്? 7 അല്ലേ. ഹൗ മെനി റെഡ് ആൻഡ് ബ്ലൂ കളർ ബൈക്സ് ഡിഡ് അമൻ കൗണ്ട് ഓൾ ടുഗെദർ? അപ്പോൾ ഓൾ ടുഗെദർ ചോദിച്ചാൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതി. ഹൗ മെനി റെഡ് കളർ ബൈക്സ് ഡിഡ് അമൻ കൗണ്ട്? എത്ര റെഡ് കളറാണ് അമൻ കൗണ്ട് ചെയ്തിരിക്കുന്നത്? അതുപോലെ ഹൗ മെനി ബ്ലാക്ക് കളർ ബൈക്സ് ഡിഡ് അമൻ കൗണ്ട്? എത്രയാണ്? 15 ആണ്. അതുപോലെ ഹൗ മെനി യെല്ലോ കളേഴ്സ് ബൈക്സ് ഡിഡ് അമൻ കൗണ്ട്? യെല്ലോ കളേഴ്സ് എത്രയാണ്? അതുപോലെ 3 ആണ്. അപ്പോൾ ഹൗ മെനി ബൈക്സ് ഡിഡ് ഹി കൗണ്ട് ഇൻ ഓൾ? കൗണ്ട് ഇൻ ഓൾ മീൻസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എഴുതി. അപ്പോൾ എങ്ങനെയാണ് ഒരു വായിക്കേണ്ടത് എന്നാണ്, അതായത് എങ്ങനെയാണ് ടേബിൾ കണ്ടിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചെക്ക് ചെയ്യുന്നത്. അടുത്ത നോക്കൂ. സിയ ഒബ്സർവ്ഡ് ഹൗ ഹെർ ഫ്രണ്ട്സ് കം ടു സ്കൂൾ. ഷീ ലിസ്റ്റ് ഹെർ ഫൈൻഡിങ്സ് ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. എങ്ങനെയാണ് സിയയുടെ ഫ്രണ്ട്സ് സ്കൂളിലേക്ക് വരുന്നത്? അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാറിൽ എത്ര ഫ്രണ്ട്സ് വരുന്നുണ്ട്? അതുപോലെ ബൈക്കിൽ എത്ര ഫ്രണ്ട്സ് വരുന്നുണ്ട്? സൈക്കിളിൽ, റിക്ഷയിൽ. അപ്പോൾ ഇത്രയും കുട്ടികളാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വരുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എത്ര പേര് കാറിൽ വരുന്നുണ്ട്? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ട്രാവലിംഗ് ബൈ കാർ അല്ലേ? ട്രാവലിംഗ് കാറിൽ എങ്ങനെ ട്രാവൽ ചെയ്തിട്ട് വരുന്നത്? അത്ര പേരുണ്ട്. അപ്പോൾ 4 ആണ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് ഈ ടേബിൾ കണ്ടിട്ട് പിക്റ്റോഗ്രാഫ് കണ്ടിട്ട് എഴുതാനായിട്ട് പറ്റണം. വളരെ സിമ്പിളാണ്, വേഗം എഴുതാനായിരിക്കും, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാവലിംഗ് ഓഫ് ഹെർ ഫ്രണ്ട്സ്? എത്ര ഡിഫറെൻറ്റ് മോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്? 1 2 3 4 ഡിഫറെൻറ്റ് മോഡ്സ് ആണ് ട്രാവൽ ചെയ്യാനായിട്ട് അവളുടെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നത്. വിച്ച് വേ ഓഫ് ട്രാവലിംഗ് വാസ് പ്രിഫേർഡ് ബൈ മോസ്റ്റ് ഓഫ് ഹെർ ഫ്രണ്ട്സ്? അവളുടെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ട്രാവലിംഗ് ആണ്? ഏത് ടൈപ്പ് ഓഫ് വെഹിക്കിളാണ് യൂസ് ചെയ്യുന്നത്? യെസ്, കാറാണ് അല്ലേ. വിച്ച് വേ ഓഫ് ട്രാവലിംഗ് വാസ് പ്രിഫേർഡ് ബൈ മോസ്റ്റ് ഓഫ് ഹെർ ഫ്രണ്ട്സ്? അപ്പം ഏതാണ് യൂസ് ചെയ്യുന്നത്? കാറാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹൗ മെനി ഓഫ് ഹെർ ഫ്രണ്ട്സ് കം ബൈ റിക്ഷ? റിക്ഷയിൽ എത്ര പേര് വരുന്നുണ്ട്? അവളുടെ ഫ്രണ്ട് ഒരാളാണ് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 1 എന്ന് എഴുതാം. ഓക്കെ. ഹൗ മെനി ഫ്രണ്ട്സ് ഡസ് ഷീ ഹാവ്? എത്ര ഫ്രണ്ട്സ് ഉണ്ട് അവൾക്ക്? അതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ വെഹിക്കിൾസിൻ്റെ ടോട്ടൽ കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ എത്ര ഫ്രണ്ട്സ് ഉണ്ട് സിയയ്ക്ക്? 10 ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ. നെക്സ്റ്റ്, ഹൗ മെനി ഓഫ് ഹെർ ഫ്രണ്ട്സ് കം ടു സ്കൂൾ ബൈ കാർ ആൻഡ് ലൈക്ക് ഓൾ ടുഗെദർ? കാറിലും ബൈക്കിലും കൂടെ എത്ര ഫ്രണ്ട്സ് വരുന്നുണ്ട്? കാറിൽ 4ഉം ബൈക്കിൽ 2ഉം. അപ്പോൾ ടോട്ടൽ 6. ഓക്കെ. ഹൗ മെനി ഓഫ് ഹെർ ഫ്രണ്ട്സ് കം ടു സ്കൂൾ ബൈ സൈക്കിൾ? സൈക്കിളിൽ എത്ര പേര് വരുന്നുണ്ട്? ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കൗണ്ട്. ദിസ് ഇസ് 3 ഫ്രണ്ട്സ് ആർ കം ടു സ്കൂൾ ബൈ സൈക്കിൾ. ഓക്കെ. ഇങ്ങനെയാണ് ആൻസേഴ്സൊക്കെ എഴുതേണ്ടത്. അതേപോലെ തന്നെ ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഒബ്സർവ് ആൻഡ് given pictograph, observe the given pictograph and answer the questions that follow. ഇതേപോലെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എഴുതാം. ഇതിൽ ക്വസ്റ്റ്യൻസ് എഴുതാമെങ്കിലും വിഷമമുള്ളതുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കാം.
അത് ഹൗ മെനി കാറ്റ്സ് ആർ ദർ, കാറ്റ്സ് എത്ര എണ്ണം ഉണ്ട്. ഹൗ മെനി കാറ്റ്സ് ആൻഡ് റാറ്റ്സ് ആർ ദർ ഓൾ ടുഗെദർ. ഓൾ ടുഗെദർ മീൻസ് അറിയാലോ, ഒരുമിച്ച് കാറ്റ്സും റാറ്റ്സിൻ്റെയും കൂടെ എണ്ണം ഒരുമിച്ച് കൗണ്ട് ചെയ്ത് എഴുതാം. ഹൗ മെനി എലിഫൻസ് ആർ ദർ, എത്ര എലിഫൻസ് ഉണ്ട്. ഹൗ മെനി ഡോഗ്സ് ആർ ദർ, എത്ര ഡോഗ്സ് ഉണ്ട് എന്ന് എഴുതാം. ഹൗ മെനി എനിമൽസ് ആർ ദർ ഓൾ ടുഗെദർ, മുഴുവനായിട്ട് കൗണ്ട് ചെയ്തിട്ട് എഴുതാം. നെയിം ദ എനിമൽ ദാറ്റ് ഈസ് മോർ ഇൻ നമ്പേഴ്സ്, ഏറ്റവും കൂടുതൽ നമ്പറുള്ള എനിമൽ ഏതാന്ന് നോക്കിയിട്ട് ഇവിടെ എഴുതാം. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അതുപോലെ ഈ പിക്ടോഗ്രാഫ്, ഈ ടേബിൾ തന്നിരിക്കുന്നത് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ടേബിൾ നോക്കിയിട്ട് ഇതിന് താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും നിങ്ങൾ ഇതുപോലെ തന്നെ നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന്. ആൻസർ ചെയ്യേണ്ടത് തന്നെ ചെയ്യാം കേട്ടോ. ആൻസേഴ്സ്, ക്വസ്റ്റ്യൻസിൻ്റെ മീനിങ്സ് നമുക്ക് നോക്കാം. വിച്ച് ഫ്രൂട്ട് ഈസ് ദ ലീസ്റ്റ് പോപ്പുലർ ചോയ്സ്. ലീസ്റ്റ് മീൻസ് നേരത്തെ പറഞ്ഞു കുറവുള്ളത്. അപ്പോൾ ഏത് ഫ്രൂട്ടാണ് ഏറ്റവും കുറവ്, ആൾക്കാർ ഏറ്റവും കുറവ് ചൂസ് ചെയ്യുന്ന ഏത് ഫ്രൂട്ടാണ്, അത് നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയണ്ടേ ഏത് ഫ്രൂട്ടാണ് ആളുകൾ ഏറ്റവും കുറവ് ചൂസ് ചെയ്യുന്നതെന്ന് അല്ലേ. വിച്ച് ഫ്രൂട്ട് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ചോയ്സ്, ഏത് ഫ്രൂട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത്. ഹൗ മെനി പീപ്പിൾ ചൂസ് ബനാന ആസ് ദെയർ ഫേവറേറ്റ് ഫ്രൂട്ട്, എത്രയാണ് ബനാന, എത്ര പേര് ഫ്രൂട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെന്താ ഉള്ളത്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ മെനി പീപ്പിൾ ചൂസ് ആപ്പിൾ ആസ് ദെയർ ഫേവറേറ്റ് ഫ്രൂട്ട്, ആപ്പിൾ എത്ര പേര് ചൂസ് ചെയ്യുന്നുണ്ട്. ഹൗ മെനി പീപ്പിൾ ചൂസ് ഓറഞ്ച് ആസ് ദെയർ ഫേവറേറ്റ് ഫ്രൂട്ട്, ഓറഞ്ച് എത്ര പേര് ചൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വിച്ച് ഫ്രൂട്ട് ഈസ് പ്രിഫേർഡ് മോർ ദാൻ ആപ്പിൾ, ആപ്പിളിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏത് ഫ്രൂട്ടാണ്, അതും കൂടെ നിങ്ങൾ പിക്ടോഗ്രാഫ് നോക്കിയിട്ട് എഴുതാം അല്ലേ. അപ്പോൾ ഇത് അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ ചിൽഡ്രൻ, അതൊരു വളരെ സിമ്പിളായിട്ടുള്ള ലെസണാണ്, അതുകൊണ്ട് എളുപ്പം ചെയ്യാം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, ബൈ.